ലോകം ഇന്ന് ഒരു വലിയ ദുരന്തത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുമ്പൊക്കെ നമ്മൾ യുദ്ധത്തെക്കുറിച്ച് കേൾക്കാറേ ഉള്ളൂ. എന്നാൽ ഇന്ന് യുദ്ധം കേരളീയർക്കും നേരനുഭവമായി മാറുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ വീട്ടകങ്ങളിൽ ആവശ്യമായിട്ടുള്ള പാചകവാതകം മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കളും അയൽവാസികളും ബന്ധുക്കളും മിക്കവാറും ജോലി ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിലും ആണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യുദ്ധം എന്നുള്ളത് നമുക്ക് ഒരു കേട്ടുകേൾവിയുടെ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായി നേർക്കുനേർ ഓരോ മനുഷ്യനും ഓരോ വ്യക്തിയും ഓരോ വീടും ഇന്ന് ചിന്തിക്കുന്ന ആകുലപ്പെടുന്ന ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ യുദ്ധം നമുക്ക് മേൽ അടിച്ചേൽപ്പിച്ചാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാനവരാശി ഇത്തരമൊരു തിരിച്ചറിവിലേക്ക് വരാത്ത കാലത്തോളം യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള ഭരണാധികാരികൾ തീർച്ചയായും അവരുടെ ഇത്തരത്തിലുള്ള പൈശാചികമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള സാമ്രാജ്യത്വ വ്യാപനങ്ങളും അതുപോലെ തന്നെ കുടില തന്ത്രങ്ങളും മനുഷ്യർക്ക് മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ മാർച്ച് 3-ന് 175 പിഞ്ചു ബാലികമാർ മരിച്ചു കിടക്കുന്ന രംഗം കണ്ടുകൊണ്ട് നമ്മളൊരു യുദ്ധത്തിന് ആദ്യമായി ഒരുപക്ഷെ ഈ വർഷം സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, നമ്മൾ നേരത്തെ ഗസയിലെ ആയിരക്കണക്കിന് കുട്ടികളുടെ മരണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത രീതിയിൽ മനുഷ്യരിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം യഥാർത്ഥത്തിൽ ഇറാനിലെ വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന സ്കൂളിന് മുകളിൽ ബോംബ് വർഷിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ആക്രമണം ലോകം മുഴുവൻ തന്നെ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വിയറ്റ്നാം യുദ്ധകാലത്ത് എന്നതുപോലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ, വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ ഉയർന്നു വന്നത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു? ലോക പോലീസായി നമ്മുടെ മുമ്പിൽ അവതരിച്ചു കൊണ്ടിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത്, അവിടെ നീചനായിട്ടുള്ള ഈവിളായിട്ടുള്ള ഒരു ഭരണാധികാരി ഉള്ളതുകൊണ്ട് അയാളെ ഞാൻ നശിപ്പിക്കുകയാണ്, പകരം ഒരു ഭരണം സ്ഥാപിക്കുകയാണ് എന്നാണ്. നമുക്കറിയാം, ഇറാനിലെ ഭരണാധികാരിയേക്കാൾ എത്രയോ നീചനാണ് ട്രംപ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം എപ്സ്റ്റൈൻ ഫയൽ കഴിഞ്ഞ നവംബറിൽ പുറത്തു വന്നതിന് ശേഷമാണ് ട്രംപ് ഇതുപോലൊരു യുദ്ധം ആസൂത്രണം ചെയ്തത് എന്നാണ് മിക്കവാറും വിശകലന വിദഗ്ധരായിട്ടുള്ള, പ്രത്യേകിച്ച് യുദ്ധ വിശകലനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ അവലോകനങ്ങളിൽ കാണാൻ കഴിയുന്നത്. എപ്സ്റ്റൈൻ ഫയലിലൂടെ പുറത്തു വന്ന കാര്യങ്ങൾ, ഇനിയും പുറത്തു വരാനുള്ള ഒട്ടനവധി കാര്യങ്ങൾ വാസ്തവത്തിൽ ട്രംപ് എന്ന ഒരു വ്യക്തിയുടെ മാത്രം നീചത്തരമല്ല കാണിക്കുന്നത്, മറിച്ച് ഒരു വ്യവസ്ഥയുടെ തന്നെ അങ്ങേയറ്റത്തെ സാമൂഹ്യ വിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ, സ്ത്രീ വിരുദ്ധമായ, പൈശാചികമായ ഹെഡനിസത്തിൻ്റെ, സുഖവാദത്തിൻ്റെ, ആത്മരതിയുടെ ഒക്കെ അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ, മിക്കവാറും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അമേരിക്കയിൽ തന്നെ പലരും ട്രംപിനെ ഭ്രാന്തൻ എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഭ്രാന്താണോ അല്ലയോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, മുതലാളിത്തത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഘട്ടം അത് സാമ്രാജ്യത്വമാണ് എന്നുള്ളത് ലെനിൻ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അതിനേക്കാൾ ഉപരി ഇന്ന് നമ്മൾ
ദൈനംദിന ജീവിതത്തിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുക. അത്തരത്തിലൊരു ഘട്ടത്തിൽ മുതലാളിത്തത്തിൻ്റെ ആസക്തികൾ ഭ്രാന്തിലേക്ക് നയിക്കും എന്ന് യഥാർത്ഥത്തിൽ ഡെലൂസും ഗൊത്താരിയും 80-കൾക്ക് ശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് പ്രവചിച്ചത് വളരെ ശരിയാണ് എന്ന് വേണം കരുതാൻ. കാരണം അതിരുകളില്ലാത്ത മോഹം പിഞ്ചുകുട്ടികളെപ്പോലും ലൈംഗികമായ അവരുടെ താല്പര്യങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് 2 ദ്വീപ് തന്നെ എപ്സ്റ്റൈൻ വാങ്ങി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു യാഥാർത്ഥ്യമാണ്. 2 വെർജിൻ ഐലൻഡ്സ് വാങ്ങിക്കൊണ്ട് അവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം നമുക്ക് ഈ ആധുനിക കാലത്ത് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പീഡോഫീലിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും അതിലൂടെ വലിയ രീതിയിലുള്ള വിലപേശലുകൾ ഒക്കെ നടക്കുകയും ചെയ്തു എന്നുള്ളത് ഇതുവരെ പുറത്തു വന്ന എപ്സ്റ്റൈൻ ഫയലുകളുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇനി ഒരുപാട് യാഥാർത്ഥ്യം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരേണ്ടതുണ്ട്. കാരണം വളരെ വലിയ വിശകലനങ്ങൾക്ക് വിധേയമാക്കേണ്ട അത്രമാത്രം ബൃഹത്തായിട്ടുള്ള രേഖകളാണ് വാസ്തവത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഞാൻ സൂചിപ്പിക്കുന്നത് ഇറാനിലെ ഭരണാധികാരിയെ നീചനായിട്ടുള്ള ഈവിളായിട്ടുള്ള ഭരണാധികാരി എന്ന് പറയുന്ന അമേരിക്കക്ക് നേതൃത്വം കൊടുക്കുന്ന, അമേരിക്കയിൽ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുക മാത്രമല്ല ലോക പോലീസിൻ്റെ വേഷത്തിലിരിക്കുന്ന ട്രംപ് എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധവും നീചവുമായിട്ടുള്ള ഹിംസാത്മകവുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ കടന്നു വന്ന വ്യക്തിയാണ്. ഇത്തരത്തിലുള്ള നീചത്തരങ്ങളൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി മനുഷ്യക്കുരുതി നടത്തുക എന്നത് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ്. പഴയ രാജഭരണകാലത്ത് പോലും നമുക്ക് സങ്കല്പിക്കാവുന്നതിനേക്കാൾ കൂടുതലാണ് യഥാർത്ഥത്തിൽ ഇറാന് മേലുള്ള കടന്നുകയറ്റം എന്ന് നമ്മൾ കാണേണ്ടത്. നമുക്കറിയാലോ, ഇറാൻ യുദ്ധത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പെട്ടെന്നൊരു ദിവസം വെനിസ്വേലയിലേക്ക് അമേരിക്കൻ പട്ടാളം കടന്നു പോകുന്നു. അവിടുത്തെ ഭരണാധികാരിയെയും കുടുംബസമേതം തൂക്കിയെടുത്ത് അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന് ജയിലിലടക്കുന്നു. അമേരിക്കയിലെ ജനങ്ങൾ ട്രംപിനെ തിരഞ്ഞെടുത്തത് അമേരിക്ക ഭരിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ലോകത്തെ ഭരിക്കാൻ വേണ്ടിയല്ല. ഈ ഒരു കാര്യം ലോകത്തുള്ള സാമൂഹ്യ ബോധമുള്ള, ജനാധിപത്യ ബോധമുള്ള, പൗരബോധമുള്ള മനുഷ്യരൊക്കെ നിരന്തരം വിളിച്ചു പറയാൻ തയ്യാറാവുന്നില്ലെങ്കിൽ എന്തായിരിക്കും അനുഭവം? അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്, ഗൗരവമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്ക ഭരിക്കുകയല്ലാതെ ചൈനയിൽ നിന്ന് 2 കപ്പൽ പുറപ്പെട്ടിരിക്കുകയാണ്. ചൈനയിൽ നിന്ന് പുറപ്പെട്ട ഈ 2 കപ്പലുകളെക്കുറിച്ച് അമേരിക്ക പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ചൈനയിലെ കപ്പൽ എങ്ങോട്ട് പോകണം, എവിടെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ചൈനയും അന്താരാഷ്ട്ര സമൂഹത്തിനെ നിയന്ത്രിക്കുന്ന ഇന്ന് നിലവിലുള്ള നിയമങ്ങളുമാണ്. എന്നാൽ ഒരു നിയമങ്ങളും ബാധകമല്ലാത്ത അമേരിക്കയും ഇസ്രായേലുമാണ് ഇന്ന് ലോകത്തോട് ആജ്ഞാപിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥ മാറണമെങ്കിൽ നമ്മുടെ ഭൗമരാഷ്ട്രീയത്തിൽ വലിയ മാറ്റം സംഭവിക്കേണ്ടതാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളുടെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ തന്നെ ഒരുപക്ഷെ മാറ്റി എഴുതുന്നതിലേക്ക് ഈ ഒരു വർത്തമാന യുദ്ധം സഞ്ചരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാവുന്നതുപോലെ 1-ാം ലോക യുദ്ധവും 2-ാം ലോക യുദ്ധവും ഒക്കെ ദീർഘകാലം നിലനിന്ന യുദ്ധങ്ങളാണ്. അതുപോലെ ഒരുപക്ഷെ ഈ ലോക യുദ്ധം ഇപ്പോഴത്തെ യുദ്ധം ദീർഘകാലം നിലനിന്നേക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതേസമയം ഇന്നത്തെ ഒരു ജീവിതാവസ്ഥയിൽ, ഇന്നത്തെ ഒരു ലോകാവസ്ഥയിൽ ദീർഘകാല യുദ്ധത്തെ സഹിക്കാൻ പറ്റുന്ന, താങ്ങാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ലോകത്തിന് നിലനിൽക്കുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ യുദ്ധത്തെ ഒരു ലോകയുദ്ധമായി വളർത്തുന്നതിലേക്ക് അമേരിക്ക എത്രമാത്രം തയ്യാറാവും എന്നതിനെക്കുറിച്ച് നമുക്ക് സംശയമുണ്ട്. കാരണം അവരിപ്പോൾ തന്നെ ക്ഷീണാവസ്ഥയിലാണ്. കാരണം അവർ പ്രതീക്ഷിച്ചതുപോലെ വെനിസ്വേലയെ പോലെ അല്ലെങ്കിൽ ഇറാഖിനെ പോലെ മാത്ര എളുപ്പം കീഴടക്കാവുന്ന ഒരു രാജ്യം ആയി ഇറാൻ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഇറാനെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ നിയമങ്ങൾക്ക് വിധേയമായി അവരുടെ പരിശോധനകൾക്കൊക്കെ അനുവാദം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. ഇസ്രായേൽ ഇന്നുവരെ അന്താരാഷ്ട്ര ഏജൻസിയെ, ആറ്റോമിക് ഏജൻസിയെ പരിശോധനയ്ക്ക് അനുവാദം നൽകാത്തൊരു രാജ്യമാണ്. NPTയിൽ അംഗത്വം എടുക്കാത്ത രാജ്യമാണ്. ഐക്യരാഷ്ട്രസഭയുടെ
പല സന്ദർഭത്തിലുള്ള റെസൊല്യൂഷൻസ് ഒന്നും തന്നെ അനുസരിക്കാത്ത, അതിന് വിധേയപ്പെടാത്ത രാജ്യമാണ് ഇസ്രായേൽ. ഇത് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഐക്യരാഷ്ട്രസഭ പോലെ ലോകത്തൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പം ഏതെങ്കിലും രീതിയിൽ ഇടപെടാൻ സാധ്യതയുള്ള ഒരു സ്ഥാപനം പോലും പൂർണ്ണമായി ഇൻവാലിഡേറ്റ് ചെയ്യുന്ന രീതിയിൽ, പ്രവർത്തനരഹിതമാക്കുന്ന രീതിയിൽ, ജനങ്ങൾക്കതിൽ വിശ്വാസമില്ലാതാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ട്രംപും നെതന്യാഹുവും ചേർന്ന് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് ഒരു വശത്ത് സാമ്രാജ്യത്തിൻ്റെ പ്രതിദാനമാണെങ്കിൽ നെതന്യാഹു മറുവശത്ത് സയണിസത്തിൻ്റെ പ്രതിദാനമാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സയണിസം എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ തന്നെ ഒന്നിൽ കൂടുതൽ പ്രമേയങ്ങളിൽ വംശഹത്യയിൽ അഭിരമിക്കുന്ന പ്രസ്ഥാനമാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു രാജ്യത്തെ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളും അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളുമൊക്കെ തന്നെ എതിർത്ത് അവരുടെ ഈ തരത്തിലുള്ള തികച്ചും നിയമവിരുദ്ധമായിട്ടുള്ള, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, നൈതിക വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെ തടയാൻ സജ്ജമാകാത്തത് എന്ന ഒരു ചോദ്യം ഈ യുദ്ധത്തിലൂടെ ഉയർന്നു വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ യുദ്ധത്തിലായിരിക്കും ആദ്യമായി നമ്മുടെ ഭൗമരാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള അഴിച്ചുപണികൾ നടക്കാൻ പോകുന്നത്. കാരണം ഈ യുദ്ധം അത് അനിവാര്യമാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം ഇറാഖ് പോലെയോ അല്ലെങ്കിൽ വെനിസ്വേല പോലെയോ വളരെ എളുപ്പത്തിൽ ഇടിച്ചു കയറി തകർത്ത് അവിടുത്തെ ഭരണാധികാരികളെ ഇല്ലായ്മ ചെയ്ത് അവിടുത്തെ ഭരണം കൈയടക്കി, അവിടുത്തെ എണ്ണ കമ്പനികളൊക്കെ കൈയടക്കി, ഞങ്ങൾ ആജ്ഞാപിക്കുന്നത് പോലെ സംഭവിക്കും, അതനുസരിച്ചാൽ മതി എന്ന് ലോകത്തോട് പറയുന്ന അവസ്ഥ വാസ്തവത്തിൽ ഇറാനിലെ ഇന്നത്തെ ഭരണകൂടവും ഇറാനിലെ ഇന്നത്തെ സംവിധാനങ്ങളും ഒരു പരിധിവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാം ഘട്ടത്തിൽ അമേരിക്കയും ഇസ്രായേലും പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അവരുദ്ദേശിച്ചതുപോലെ ഖമേനിയെ വധിക്കുന്നതിലൂടെ അവിടെ ഒരു ആന്തരികമായ വലിയ പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിടാനോ അതിലൂടെ പുതിയ ഭരണം സ്ഥാപിക്കാനോ കഴിയാതെ പോവുക മാത്രമല്ല, വളരെ കഠിനമായ രീതിയിലുള്ള ചെറുത്തുനിൽപ്പുകളെ പോലും തോൽപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള നാശം ഇസ്രായേൽ വിതക്കാൻ യഥാർത്ഥത്തിൽ ഇറാന് സാധിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പലപ്പോഴും പരിഹാസ രൂപത്തിലാണ് ആളുകൾ പറയാറ് കൊറിയയെക്കുറിച്ച്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം, കൊറിയയോട് ഒരു യുദ്ധത്തിൽ ഏർപ്പെടാൻ അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലോ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കൈവശം ഐക്യരാഷ്ട്രസഭയുടെ നേരത്തെയുള്ള കണക്കനുസരിച്ച് 52 മറ്റോ ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് ഇസ്രായേലിനെ പോലുള്ള അമേരിക്കയെ പോലുള്ള സയനിസത്തിൻ്റെയും സാമ്രാജ്യത്തിൻ്റെയും കൂട്ടുകെട്ടിനെ നേരിടാൻ കഴിയൂ എന്നുള്ള ഒരു ബോധം, വാസ്തവത്തിൽ ഹിംസാത്മകമായ ഒരു ബോധം സൃഷ്ടിക്കാൻ ഇവിടെ ഈ അച്ചുതണ്ടിനെ, സാമ്രാജ്യത്വ സയനിസ്റ്റ് അച്ചുതണ്ടിന് സാധിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഇറാനിൽ നിന്ന് അവർക്ക് ഇത്തരത്തിൽ തിരിച്ചടിക്കാൻ കഴിയുന്നത് അവർ നിരന്തരം വേട്ടയാടപ്പെട്ടിട്ടുള്ള 8 വർഷത്തോളം ദീർഘമായ യുദ്ധത്തെ അതിജീവിച്ച ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ദീർഘകാലം യുദ്ധം ചെയ്താലും ഞങ്ങൾ അതിജീവിക്കും എന്ന ഇറാൻ്റെ ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപനം വെറുതെ ട്രംപ് പറയുന്നത് പോലെ ഒരു വിടുവായത്തമല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം ട്രംപ് ഒരു ദിവസം പറഞ്ഞത് അടുത്ത ദിവസം അറിയാത്ത ആളാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഡെലൂസിൻ്റെ പ്രവചനത്തിലുള്ളതുപോലെ മാനസികമായി ഡീറെയിൽഡ്. അതിൽ പറയുന്ന ഒരു കാര്യം തന്നെ യഥാർത്ഥത്തിൽ ഈ മാനസികമായ ഒരു അവസ്ഥ എന്നുള്ളത് തെറ്റിപ്പോകുന്ന, സമനില തെറ്റിപ്പോകുന്ന ഒരവസ്ഥ ഈ സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിൽ, ഹയർ സ്റ്റേജ് ഓഫ് ക്യാപിറ്റലിസം എന്ന് ഫെഡറിക് ജെയിംസണൊക്കെ പറയുന്ന ഒരവസ്ഥ, ആ ഒരവസ്ഥയിൽ ഉണ്ടാകുന്നുണ്ട്. കാരണം പിന്നീട് അതിരുകളില്ല, ഞങ്ങൾക്ക് സാധ്യമാകാത്തൊന്നുമില്ല, ഞങ്ങൾക്ക് എല്ലാം സാധ്യമാവും. അപ്പം ഏത് രീതിയിലുള്ള ലൈംഗിക വൈകൃതമായാലും ശരി, ഏത് രീതിയിലുള്ള സാമൂഹ്യ വിരുദ്ധതയും ജനാധിപത്യ വിരുദ്ധതയും അപരദേശ വിരോധവും ജനവിരോധവും ഇങ്ങനെ എന്ത് വേണമെങ്കിലുമായി ഞങ്ങൾക്ക് ഇവിടെ വിലസാൻ കഴിയുമെന്നുള്ള ഈ സാമ്രാജ്യത്വ മോഹത്തിന് തടയിടാൻ ഈ യുദ്ധം കൊണ്ട്
പക്ഷേ ഒരു വലിയ പരിധിവരെ സാധിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗസയിലെ 50,000-ലധികം കുട്ടികൾ മരിച്ചപ്പോഴും അതുപോലെ തന്നെ ആയിരക്കണക്കിന് ഭവനങ്ങൾ തകർത്തപ്പോഴും അവിടുത്തെ ജനവാസം അസാധ്യമാക്കുന്ന രീതിയിൽ തികച്ചും ആ ഭൂപ്രദേശം തന്നെ തകരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടും യഥാർത്ഥത്തിൽ ലോകത്തിന് വലിയ ഞെട്ടലൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെയും കുട്ടികൾ മരിച്ചു പോകുന്നതിൻ്റെ പേരിൽ സങ്കടവും അതിൻ്റെ പേരിലുള്ള ലോകത്ത് പൊതുവെയുള്ള ഇടതുപക്ഷ ബോധവും ജനാധിപത്യ ബോധവും മാനവികതയും ഒക്കെ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഐക്യദാർഢ്യം ഉണ്ടായി എന്നതൊഴിച്ചാൽ, പക്ഷേ ഇന്നിപ്പോൾ അതല്ല സ്ഥിതി. ഇറാനുമായുള്ള യുദ്ധത്തിൽ ലോകം തന്നെ ഒരു പരിധിവരെ ഒന്ന് ഞെട്ടിയിരിക്കുകയാണ്, ഒന്ന് വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭരണകൂടങ്ങളും അമേരിക്കയുടെ കാൽക്കീഴിൽ നിന്നാൽ, അവരെ അനുസരിച്ച് കഴിഞ്ഞാൽ, അവർക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ, ഏതൊരു സിനിമയിലുണ്ടല്ലോ ഈ മാമുക്കോയ വില്ലനായിട്ട് വന്ന് അവിടെ ഈ കീലേരി അച്ചുവിൻ്റെ കൂടെ നിന്നാൽ രണ്ടാൾക്കും രക്ഷപ്പെടാമെന്ന് പറയുന്ന ഒരു രംഗമുണ്ടല്ലോ. അതുപോലെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുള്ള ഭരണാധികാരികളായാലും മിക്കവാറും പ്രദേശങ്ങളിലെ ഭൂപ്രദേശങ്ങളിലെ രാജ്യങ്ങളിലെ ഭരണാധികാരികളൊക്കെ അമേരിക്കയെ അനുസരിച്ച് നിന്നാൽ ഞങ്ങൾക്കും രക്ഷയുണ്ട് എന്നാണ് വിചാരിച്ചിരുന്നത്. വാസ്തവത്തിൽ ആ ഒരു കാര്യം തിരുത്താൻ ഈ യുദ്ധം ഒരു വലിയ പരിധിവരെ സഹായിച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ ചെറിയ രീതിയിൽ, ദീർഘമായിട്ടല്ലെങ്കിലും ചെറിയ രീതിയിൽ ഇതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഈ സാമ്രാജ്യത്വ കൊളോണിയൽ താല്പര്യങ്ങൾ എങ്ങനെയാണ് ഈ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന് സംക്ഷിപ്തമായി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇത് പെട്ടെന്ന് നമ്മളിപ്പം കരുതുന്നത് ഇപ്പം ട്രംപ് ഒരു ഭ്രാന്തനായതുകൊണ്ടൊരു യുദ്ധം ഉണ്ടായി അങ്ങനെ ആളുകൾ കരുതിയേക്കാം. ട്രംപ് ഒരു ഭ്രാന്തനായതുകൊണ്ട് ഒരുപാട് സൗകര്യമുണ്ട്. കാരണം ഈ പറയുന്ന പോലെ ഈ ഭ്രാന്തമായിട്ടുള്ള ഭ്രമാത്മകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരാൾ എത്തുന്നതുകൊണ്ട് അറിയാതെ ഒരു ട്രാൻസ്പെറൻസി അതിന് കൈവരും. കാരണം ഈ ഭ്രാന്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ എന്തും വിളിച്ചു പറയും, എപ്പോഴും എവിടെയും വിളിച്ചു പറയും. അത് ഭ്രാന്തിനുള്ള ഒരു സുഖവും ഒരു പരിമിതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസവും അദ്ദേഹം എന്തെങ്കിലും വിളിച്ചു പറയും. നാളെ അവിടുത്തെ ഈ ഭരണാധികാരിയെ ഞങ്ങൾ കൊല്ലും എന്നയാൾ മുൻകൂട്ടി ഏതാണ്ട് പറയുകയാണ്. അപ്പം അടുത്ത ഭരണത്തെ ഞങ്ങൾ സ്ഥാപിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. മുമ്പ് യുദ്ധങ്ങളിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ ഇതുപോലെ കാണാറില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ രീതിയിൽ പറയുന്ന ഒരു ഭരണാധികാരി ആയതുകൊണ്ട് വളരെ എളുപ്പം ആളുകൾക്ക്, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു നേട്ടം തീർച്ചയായും ഉണ്ട്. പക്ഷേ അതുകൊണ്ട് ഈ ട്രംപ് ആണ് ഇത് മുഴുവൻ ഉണ്ടാക്കിയത് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ട് തീർച്ചയായും ഇതിൻ്റെ ചെറിയ രീതിയിൽ ഇതിൻ്റെ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫലസ്തീനിലെ ജനങ്ങൾ ചുരുങ്ങിയത് 1920 മുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനയുടെ പീഡനത്തിൻ്റെ ഒരു തുടർച്ചയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പൊതുവേ നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത് 1917 ബൽഫൂർ ഡിക്ലറേഷനെ കുറിച്ചാണ്. അമേരിക്കയിലെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള ബൽഫൂർ നടത്തിയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ, ഔപചാരികമായിട്ടുള്ള അവിടുത്തെ ഗവൺമെൻറ് നയം എന്ന രീതിയിൽ നടത്തിയിട്ടുള്ള ഡിക്ലറേഷൻ്റെ ഫലമായി ഫലസ്തീനിലേക്ക് വളരെ ബോധപൂർവം തന്നെ ജൂത കുടിയേറ്റം, ജൂതപ്രശ്നം എന്ന് പറയുന്നത് അതിനേക്കാൾ വളരെ മുമ്പുള്ളതാണ്. മാർക്സിൻ്റെയൊക്കെ ജൂതപ്രശ്നം എന്ന് പറയുന്ന പുസ്തകം തന്നെ ഒരു കാലത്ത് വന്നത് നമുക്കറിയാം. കാരണം ജൂതപ്രശ്നം എന്നുള്ളത് പടിഞ്ഞാറൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ വിരോധത്തിൽ നിന്ന് കൂടി ഉണ്ടായതാണ്. ഈ ആൻറ്റിസെമിറ്റിസം എന്നുള്ളത് മുസ്ലിങ്ങളോ അറബികളോ ഇസ്ലാമിക രാജ്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയതല്ല എന്ന യാഥാർത്ഥ്യം പലപ്പോഴും ആളുകൾക്കറിയില്ല. മറിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ പാശ്ചാത്യമായ അവരുടെ ജീവിതത്തിന് നിരക്കാത്തത് എന്ന് അവർ കരുതിയുള്ള ഒരുപാട് കാര്യങ്ങളെ അവർ ആ രീതിയിൽ മുദ്രകുത്തുകയും ഡെമണൈസ് ചെയ്യുകയും ചെകുത്താൻ വൽക്കരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. അതൊക്കെ നേരത്തെ തന്നെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് 1843-44 തന്നെ ചർച്ച ചെയ്തതാണ് ലോകത്ത്. അപ്പോൾ അതിൻ്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പടിഞ്ഞാറൻ രാജ്യങ്ങളൊക്കെ തന്നെ ഈ ജൂത സമൂഹത്തെ മൊത്തം ഈ ഒരു പ്രത്യേക പ്രദേശത്തേക്ക് അവർക്ക് കുടിയേറി താമസിക്കാനുള്ള ഒരു പ്രപ്പോസൽ അത് വർക്കൗട്ട് ചെയ്തു. 1920 ആകുമ്പോഴേക്ക് അവിടെ ഭൂമി വാങ്ങാൻ തുടങ്ങി. വലിയ രീതിയിൽ ഭൂമി വാങ്ങി അവരവിടെ താമസിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ ആളുകൾ അതിനെപ്പറ്റി വലിയ കാര്യമൊന്നും
പ്രശ്നമൊന്നും കണ്ടില്ല. അതിൽ ഹിറ്റ്ലർക്ക് പോലും പങ്കുണ്ട് എന്നാണ് പറയുന്നത്. 1933 ഹിറ്റ്ലർ ഉണ്ടാക്കിയുള്ള ഒരു കരാർ തന്നെ ഈ സയനിസ്റ്റുകളുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറ് ആദ്യഘട്ടത്തിൽ ഈ ജർമ്മനിയിലുള്ള സമ്പന്നരായ ആളുകളെ അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കാനായിരുന്നു. പക്ഷേ പിന്നീട് 10,000-ഓളം ആളുകളെ വളരെ ബോധപൂർവം തന്നെ ഈ കരാറിൻ്റെ ഭാഗമായിട്ട് 1933 ഓഷ്വിറ്റ്സിൻ്റെ തൊട്ട് മുമ്പ് അവിടത്തേക്ക് മാറ്റി താമസിച്ചു എന്നുള്ളത് ചരിത്ര പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയൊരു കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ തുടർച്ചയിലാണ് 1931 അവിടെ ഇസ്ലാമിക രാജ്യങ്ങൾ മാത്രമല്ല, ഒരു ഇസ്ലാമിക് കോൺഫറൻസ് ആയിരുന്നെങ്കിലും ഇന്ത്യ ഉൾപ്പെടെ, ഇന്ത്യയിൽ നിന്ന് അല്ലാമ ഇക്ബാലും അതുപോലെ തന്നെ മൗലാന ഷൗക്കത്ത് അലിയും, ഈ നമ്മുടെ ഈ അന്നത്തെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിട്ടുള്ള മൗലാന ഷൗക്കത്ത് അലി, അതുപോലെ തന്നെ വളരെ പ്രശസ്തനായിട്ടുള്ള ദാർശനികനും കവിയായിട്ടുള്ള ഇക്ബാൽ, അവർ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത പ്രതിനിധികളായിരുന്നു. അങ്ങനെ കുറേ അധികം പ്രതിനിധികൾ പങ്കെടുത്ത് 20ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 150-ഓ 160-ഓ മറ്റോ പ്രതിനിധികളൊക്കെ പങ്കെടുത്തിട്ടുള്ള വലിയ കോൺഫറൻസ് തന്നെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു വിപത്ത് എങ്ങനെ നേരിടാമെന്ന് ആലോചിക്കുന്നതിന് വേണ്ടി വാസ്തവത്തിൽ 1931 ഇറാൻ, ഇപ്പോഴത്തെ ഇറാൻ ഭൂപ്രദേശങ്ങളിൽ രാജ്യങ്ങളൊക്കെ 1945 ശേഷമുള്ള ഭൂപടമല്ല യഥാർത്ഥത്തിൽ അതിന് മുമ്പിടായിരുന്ന ഭൂപടം എന്നുള്ളത്. ഇപ്പോൾ ജനീവയിലെ ഐക്യരാഷ്ട്രസഭയിൽ തന്നെ 2 ഭൂപടം പ്രത്യേകമാണ്. ലോക ഭൂപടത്തിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് 45 മുമ്പുണ്ടായിട്ടുള്ള, നമ്മളിപ്പം കൊച്ചി, കോഴിക്കോട്, തിരുവിതാംകൂർ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ സാധാരണ മനുഷ്യർക്ക് ഇപ്പോഴത്തെ ഒരു കാലത്ത് മനസ്സിലാവാത്ത പോലെ അന്നത്തെ ഈ നമ്മുടെ അതിർത്തികളൊന്നും ഇതായിരുന്നില്ല. എങ്കിലും ഇപ്പോഴത്തെ ഇറാൻ എന്ന് പറയുന്ന പ്രദേശത്താണ് ആ സമ്മേളനം നടന്നത് എന്ന് ചരിത്രത്തിൽ ഫിലിപ്പ് കെ ഹിറ്റിയും അതുപോലുള്ള ആളുകളൊക്കെ രേഖപ്പെടുത്തി നേരത്തെ വായിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ ഒരു പ്രശ്നം വളരെ പെട്ടെന്നുണ്ടായതല്ല. പാശ്ചാത്യ കൊളോണിയൽ താല്പര്യത്തിന് വേണ്ടി അവർ വളരെ ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായാണ് ഇപ്പോഴും അവസാനിക്കാത്ത സംഘർഷമായി ഇസ്രായേലും അതുപോലെ തന്നെ ഫലസ്തീനികളുമായിട്ടുള്ള, ഫലസ്തീൻ മാത്രമല്ല ആ പ്രദേശത്തെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും, ലിബിയ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളെയും പല രീതിയിലായിട്ട്, അറബ് ദേശങ്ങളെ, ഇതിലിപ്പോൾ നമ്മളിപ്പം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വാദി ആര് പ്രതി ആര് എന്ന് മനസ്സിലാവാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അങ്ങനെ മാത്രമേ, ഏത് യുദ്ധവും അങ്ങനെയാണല്ലോ, ഏത് യുദ്ധത്തിലും അതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നത് ജനങ്ങളായിരിക്കും, സ്ത്രീകളായിരിക്കും ഏറ്റവും കൂടുതൽ, കുട്ടികളായിരിക്കും, സാധാരണ മനുഷ്യരായിരിക്കും. മിക്കവാറും എല്ലാ മനുഷ്യർക്കും ഒരുപോലെ തന്നെയായിരിക്കും. കാരണം ഒരു വീട് അല്ലെങ്കിൽ ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് തകർന്നു പോകുമ്പോൾ അതിലുള്ള സമ്പന്നനെ ഒഴിവാക്കുകയോ ദരിദ്രനെ ഒഴിവാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും ഒരുപോലെ വിക്ടിംസ് ആവും. പക്ഷേ ഏറ്റവും കൂടുതൽ നിരാലംബരാകുന്നത് സ്ത്രീകളും കുട്ടികളുമായിരിക്കും. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇതിന് പുറമേ തന്തയില്ലാത്ത മക്കൾ യൂറോപ്പിൽ തന്നെ ധാരാളം ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തിയൊരു വസ്തുതയാണ്. കാരണം മിക്കവാറും ഈ പട്ടാളക്കാരൊക്കെ അവരെ അയച്ചു വിടുമ്പോൾ, നമുക്കറിയാലോ ഗോണ്ടിനാമോ തടവറയിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ പഠനങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഈ പട്ടാളക്കാരൊക്കെ ചെയ്യുന്ന മനുഷ്യത്വ, ഈ എപ്സ്റ്റൈൻ ഫയലിൽ പറയുന്ന കാര്യങ്ങൾ ഭരണാധികാരികൾ തന്നെ ചെയ്യുന്ന ഒരു ലോകത്ത് നമുക്ക് പട്ടാളക്കാരിൽ നിന്നൊക്കെ എന്ത് നീതിയാണ് ഒരു രാജ്യത്തിന് പ്രതീക്ഷിക്കാൻ കഴിയുക? അപ്പോൾ ഒരു രാജ്യത്തേക്ക്, ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തേക്ക്, അത് വെനിസ്വേലയിലായാലും ശരി, ക്യൂബയിലായാലും ശരി, ഇപ്പോൾ ക്യൂബൻ്റെ കാര്യം വളരെ കഷ്ടത്തിലാണ്. നമ്മൾ ആലോചിച്ച് നോക്കാം, ഈ ഒരു 10-75 വർഷമായിട്ടുള്ള ഉപരോധത്തെ നേരിട്ട് അവർ കടന്നു വന്ന വഴികൾ എത്ര സാഹസികമാണ്. പക്ഷേ ഫിഡൽ കാസ്ട്രോ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം ഓരോ പ്രതിസന്ധി വരുമ്പോഴും ജനങ്ങളെ സംബോധന ചെയ്യുകയും ദീർഘമായി ഭാഷണം നടത്തുകയും അവർ അതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയിലും അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയിലും അവർക്ക് യാതൊരു സംശയവും ഇല്ലാത്തതുകൊണ്ടും അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വഴങ്ങി അവർ ഒരിക്കലും പ്രവർത്തിച്ചില്ല അവിടുത്തെ ജനത. പക്ഷേ അവിടുത്തെ ജനത ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത് വൈദ്യുതി ഇല്ലാത്ത, വെളിച്ചമില്ലാത്ത വലിയ കിരാതമായ അവസ്ഥയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ജർമ്മനിയൊക്കെ കേന്ദ്രീകരിച്ച് കുറേയധികം ആളുകളുടെ നേതൃത്വത്തിൽ ഫ്ലോട്ടിലകൾ എന്ന് പറഞ്ഞ് നേരത്തെ ഗസയിലേക്ക് പോയതുപോലെ ഒരു കപ്പൽ വ്യൂഹം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് സഹായ ഹസ്തങ്ങളുമായിട്ട്. അപ്പം ആ രീതിയിൽ ലോകം മുഴുവൻ തന്നെ പല രീതിയിലായിട്ടുള്ള യുദ്ധവിരുദ്ധ വികാരത്തിലേക്ക് ഉയർന്നു വരുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാൻ പറ്റും. ഇസ്രായേലിൽ അങ്ങേയറ്റം പാനിക്കാണ്.
അങ്ങേയറ്റം ഭ്രമാത്മകമായിട്ടുള്ള അവസ്ഥയിലേക്കാണ്. കാരണം അവരുടെ ഈ തുരങ്കങ്ങളിൽ പോലും എല്ലാ സജ്ജീകരണവും ഉണ്ട് എന്നും താൽക്കാലികമായി തുരങ്കങ്ങളിൽ പോയാലും അവിടെ സുരക്ഷിതമാണ് എന്നും ഒക്കെ കരുതിയിരുന്ന ആളുകൾ. നമ്മുടെ ഈ കേരളത്തിലെ മലയാളത്തിലെ പല TV ചാനലുകളിലും യുദ്ധത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 ദിവസങ്ങളിൽ മലയാളികളായിട്ടുള്ള ആളുകൾ ഇസ്രായേലിൽ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ വളരെ പുച്ഛത്തോടു കൂടിയായിരുന്നു ഈ സംസാരിച്ചത്, വളരെ പരിഹാസത്തോടു കൂടിയായിരുന്നു. മനുഷ്യൻ്റെ ഒരു സ്ഥിതി അത്. ഞാൻ കരുതുന്നത് മറ്റ് മനുഷ്യർ മരിച്ചു വീഴുമ്പോൾ, അവരുടെ കുഞ്ഞുങ്ങളെ കൊല ചെയ്യുമ്പോൾ, അവരുടെ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ കർത്തൃത്വത്തിന് നേതൃത്വം കൊടുത്ത ഖമേനിയെ കൊല ചെയ്യുമ്പോൾ അതൊക്കെ വലിയ ആഘോഷമായി കരുതുകയും ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഞങ്ങൾ വളരെ സുരക്ഷിതമാണ് എന്ന് കരുതിയിരുന്ന അവരെ ഒന്നും ഇപ്പോൾ കാണാറില്ല, ഒരു ചാനലിലും കാണാറില്ല. കാരണം മിക്കവാറും ഞാൻ കരുതുന്നത് അവർ സംസാരിച്ചിരുന്ന പ്രദേശങ്ങളൊക്കെ ഇപ്പം കാണുന്ന ഇടിഞ്ഞു പൊളിഞ്ഞ അവസ്ഥയിലാണ്. അപ്പം മിക്കവാറും അവരൊന്നും സുരക്ഷിതമായിരിക്കില്ല, ഏതോ ബങ്കറിൽ ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്നുണ്ടാവാം, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല, നമുക്കറിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ കർശനമായ സെൻസർഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം നമ്മളിപ്പോൾ അൽ ജസീറയോ അല്ലെങ്കിൽ ഈ തുർക്കിയുടെ TRT വേൾഡോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൽ തന്നെ അവിടുന്ന് നേരിട്ട് പ്രക്ഷേപണം നടത്തുന്ന ആളുകൾ തന്നെ പറയുന്നത് ഇവിടെ സെൻസർഷിപ്പ് ഉള്ളതുകൊണ്ട് ഇമേജ് കാണിക്കുന്നില്ല. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയാണ്. കുറച്ചൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം അത്രമാത്രമായി വലിയ 1000 കെട്ടിടം തകരുമ്പോൾ 10 കെട്ടിടം തകർന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിലേക്ക് ഇപ്പോൾ കുറച്ചൊക്കെ യാഥാർത്ഥ്യം പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും സുരക്ഷിതമായി ഇത് ആഘോഷിക്കാമെന്ന് കരുതിയ പഴയകാല അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി യുദ്ധം എന്നുള്ളത് മനുഷ്യരാശിക്ക് തന്നെ അപകടമുണ്ടാക്കുന്ന, മനുഷ്യരാശിയുടെ ജീവിതം കഷ്ടത്തിലാക്കുന്ന. നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വരാൻ പോകുന്ന 5 or 10 കൊല്ലം കൊണ്ട് പോലും കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സാമ്പത്തികമായ പ്രത്യാഘാതം ഇതുകൊണ്ട് ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന് ചിലവഴിക്കുന്ന കോടിക്കണക്കിന് ഡോളറുകളൊക്കെ യഥാർത്ഥത്തിൽ നമ്മളിൽ നിന്നല്ലേ അവർ ഈടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആയാലും ലോകത്തിലെ ഇതര രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചിലവൊന്നും ഒരു ഭരണാധികാരിയും അവരുടെ ബിസിനസ്സിൽ നിന്നെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതെല്ലാം നമുക്കറിയാലോ. അപ്പം ജനങ്ങളുടെ ജീവിതം വലിയ രീതിയിൽ ഇപ്പം പല രാജ്യങ്ങളിലും തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പുറം രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ, ജോലിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൽക്കാലം വർക്ക് അറ്റ് ഹോമൊക്കെ ചില സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അത് എത്ര കാലം നടന്നോളണമെന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ഏത് സ്വകാര്യ കമ്പനിയും ചെയ്യുന്നത് ആളുകളെ പറഞ്ഞു വിടുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ പ്രത്യാഘാതം നമ്മുടെ ജനതയ്ക്ക് മേലെ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഈ യുദ്ധം സാമ്പത്തികമായി ഒരു വശത്ത് എണ്ണ കിട്ടാത്തതുകൊണ്ട്, ഗ്യാസ് കിട്ടാത്തതുകൊണ്ട്, അതുപോലെ നമ്മൾ മെഡിക്കൽ എയ്ഡിന് പോലും ഉപയോഗിക്കുന്ന അനവധി ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പെട്രോൾ ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ലഭ്യത. ഇപ്പം ചൈനയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള 2 കപ്പലുകൾ തടയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അമേരിക്ക പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് ചൈനയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള 2 കപ്പലുകൾ ഇറാനിലേക്ക് പോകുന്നതിന് എതിരായി അമേരിക്ക അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ഔപചാരികമായി. പക്ഷേ ഈ പ്രതിഷേധത്തിലുപരി അത് തടയാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഒരു ലോക യുദ്ധമായി മാറുകയും, ഇപ്പോൾ നമുക്ക് അറിയാം മിക്കവാറും ലോകത്ത് തന്നെ ഈ ഒരുപാട് മേഖലയിലുള്ള, പ്രത്യേകിച്ച് ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള, ആധുനിക ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി ഉപകരണങ്ങൾ വരുന്നത് ഇപ്പോൾ ചൈനയിൽ നിന്നാണ്. ഈ ഒരു കപ്പൽ ഇപ്പോൾ ഇറാനിലേക്ക് പുറപ്പെട്ട 2 കപ്പലുകൾ തടയപ്പെടുകയോ അല്ലെങ്കിൽ തകർക്കപ്പെടുവാനോ അമേരിക്ക ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ പ്രത്യാഘാതം 2 കപ്പലുകളിലോ ഏതാനും കപ്പലുകളുടെ നാശത്തിലേക്ക് ഒതുങ്ങുന്നതായിരിക്കില്ല. അതിനേക്കാൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് ലോകത്തെ തന്നെ കൊണ്ട് ചെന്നെത്തിക്കും. അതുകൊണ്ട് തീർച്ചയായും ഇന്ന് ഉയർന്നു വരേണ്ട വലിയ രീതിയിലുള്ള ഒരു സാമ്രാജ്യത്വ വിരുദ്ധ, സയനിസ്റ്റ് വിരുദ്ധ ഐക്യവും അതിൻ്റെ ഒരു മനോഭാവവും ഇപ്പോൾ നമ്മളെ നാട്ടിൽ പോലും, ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ സഹപ്രവർത്തകനെന്ന് പറയാം, കാലടി സർവകലാശാലയിലെ അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് താഴെ ആളുകൾ എഴുതുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ പച്ചയായിട്ട് വർഗീയതയാണ് എഴുതുന്നത്. ഇത് വാസ്തവത്തിൽ ഇതും വർഗീയതയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിനേക്കാൾ അത്ഭുതമാണ്. കാരണം ഇറാനിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഷിയ മുസ്ലിങ്ങളാണ്. അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന റിച്വൽസിൻ്റെ രീതിയും ഒക്കെ തന്നെ ഇവിടുത്തെ ഈ ഭൂരിപക്ഷം വരുന്ന സുന്നി മുസ്ലിങ്ങളുമായി പൊരുത്തപ്പെടാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഞാൻ കരുതുന്നത് ഈ സാധാരണഗതിയിൽ ഇതുപോലുള്ള ആത്മീയ നേതാക്കന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ
കേരളത്തിലുൾപ്പെടെ അല്ലെങ്കിൽ മിക്കവാറും രാജ്യങ്ങളിലൊക്കെ ആളുകൾ അതിനോട് അവരോടുള്ള ഒരു ആദരവ് എന്നുള്ളതിൽ ഈ മരണാനന്തര പ്രാർത്ഥന നമസ്കാരമൊക്കെ നടത്തും. പക്ഷേ അത് ഖമൈനിയുടെ കാര്യത്തിൽ ഇവിടെയൊന്നും ഉണ്ടാവാത്തതിൻ്റെ കാരണം അത് അങ്ങനെ നിർവഹിക്കേണ്ട, സ്വർഗത്തിൽ പോകും എന്ന് വിശ്വസിക്കാത്ത വലിയ വിഭാഗം മനുഷ്യരാണ്. അപ്പോൾ യുദ്ധവിരുദ്ധ വികാരം എന്നുള്ളത് അവരുടെ വിശ്വാസമോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസമോ ഒന്നുമായി ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമല്ല. മറിച്ച് ഇന്നുണ്ടാകുന്ന യുദ്ധങ്ങൾക്കും മുഴുവൻ അടിസ്ഥാനം സയനിസത്തിൻ്റെയും സാമ്രാജ്യത്തിൻ്റെയും താല്പര്യമാണ്. അവർ വെനിസ്വേല ആയാലും അവർക്ക് പ്രശ്നമില്ല, ക്യൂബ ആയാലും പ്രശ്നമില്ല, ഇറാനായാലും പ്രശ്നമില്ല, അഫ്ഗാനിസ്ഥാനായാലും പ്രശ്നമില്ല. അവർക്ക് അവിടെയുള്ള ഭൂപ്രദേശവും അവിടെ സമ്പത്തും അവരുടെ കയ്യിലേക്ക് വരിക എന്നുള്ളത്. ആ എണ്ണ മാത്രമല്ല, എണ്ണ ഒരു വശത്ത് എണ്ണയാണെങ്കിൽ മറുവശത്ത് മറ്റു രീതിയിലുള്ള പല രീതിയിലുള്ള താല്പര്യങ്ങളുമാണ്. ഇപ്പം നമ്മൾ വെർജിൻ ഐലൻഡ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ വെർജിൻ ഐലൻഡ്സിൽ നടക്കുന്ന വേറെ ചില ഏർപ്പാടുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലക്ഷദ്വീപിലെ മനുഷ്യരെ ഒഴിപ്പിക്കുന്നത് പോലും ഇതെല്ലാമായി ചേർത്ത് വായിക്കേണ്ടതാണ്. മനുഷ്യർ അധിവസിക്കുന്ന സ്ഥലങ്ങൾ തന്നെ ഈ പറയുന്ന കോർപ്പറേറ്റ് താല്പര്യമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്ര രുചിക്കുന്നതല്ല. കാരണം അവർക്കുള്ള ഹെഡനിസ്റ്റിക് ആയിട്ടുള്ള ലാഭകേന്ദ്രിതമായ താല്പര്യം സംരക്ഷിക്കുക എന്നതിലുപരി അധിവസിക്കുന്ന മനുഷ്യരെ ഡെമണൈസ് ചെയ്തിട്ടാണ് എന്നും കോളനൈസേഷൻ നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയ ഒരു കാര്യം കൂടി ഞാനിത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയാം. ഗസയിലെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പാരീസിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന വലതുപക്ഷ പ്രസിദ്ധീകരണം ആയിട്ടുള്ള ലേ പോയിൻ്റ്, അതിൻ്റെ കവറിൽ പ്രസിദ്ധീകരിച്ച ഖമൈനിയുടെ കവറാണ്. ഖമൈനിയുടെ ചിത്രം കൊടുത്തുകൊണ്ട് അതിൽ എഴുതിയിട്ടുള്ളത് മൊല്ലമാരുടെ കാലം കഴിയാനാണ്. വാസ്തവത്തിൽ ആ മൊല്ലക്ക് ഈ പറയുന്ന ഈ താടിയോ തലയെക്കെട്ടോ ഇല്ലാത്ത നെതന്യാഹുവിനേക്കാൾ, ട്രംപിനേക്കാൾ, എപ്സ്റ്റൈൻ ഫയലിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള മറ്റൊട്ടനവധി മനുഷ്യരേക്കാൾ എത്രയോ മാന്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. എത്രയോ ധാർമ്മികതയുള്ള പുലർത്തുന്ന ഒരു മനുഷ്യനാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഒരു മാസികയുടെ ഈ ഒരു പ്രസിദ്ധമായിട്ടുള്ള നമ്മൾ ടൈം മാസിക എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഡെസ്കുകളിലൊക്കെ നമ്മൾ കാണാവുന്ന അവിടുത്തെ ഈ ഷോപ്പുകളിലൊക്കെ നിരന്തരം പ്രദർശിപ്പിക്കുന്ന ഒരു മാസികയാണ്. അപ്പോൾ മുല്ലമാരുടെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാശ്ചാത്യ ലോകത്ത് ഈ മുല്ലമാരെ എന്തോ ആവിഷ്കൃത വർഗമാണ് എന്നുള്ള അവരുടെ ആവിഷ്കൃതത്വം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നുള്ളത്. അത് ഇസ്ലാമോഫോബിയായിട്ട് ബന്ധപ്പെട്ട് സോവിയറ്റ് അനന്തര കാലത്ത് കുറച്ച് സജീവമായി വന്നിട്ടുള്ള ഒരു പ്രശ്നവും കൂടിയാണ്. കാരണം ഈ മുസ്ലിം എന്നുള്ളത്, ഏത് മുസ്ലിം എന്നുള്ളതും മുസ്ലിങ്ങളിൽ തന്നെ ഒരുപാട് അവാന്തര വിഭാഗം ഉണ്ടെന്നൊക്കെ ഉള്ളത് ഈ ഇസ്ലാമോഫോബിയക്ക് ബാധകമല്ല. കാരണം ഒരു പേര് കേട്ടാൽ മതിയല്ലോ. ഒരു പേര് പോലും അത് ഈ വാസ്തവത്തിൽ ശത്രുത ഉണ്ടാക്കാനുള്ള കാരണമായി ഈ ഇസ്ലാമോഫോബിയ പ്രവർത്തിക്കും എന്നുള്ളത് പ്രത്യയശാസ്ത്രങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. വളരെ വിശദമായി പറയേണ്ട ഒരു വിഷയമാണ്. അത് ദീർഘമായി പറയാനുള്ള സന്ദർഭമല്ല എന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഈ കുട്ടികളെ കൊല്ലുന്നതിൽ പോലും, അവർ മുഴുവൻ മരിച്ചു പോകുന്നതിൽ പോലും, അവരുടെ സ്ത്രീകൾ നിരാലംബരാകുന്നതിൽ പോലും, ഈ വെള്ള തുണിയിൽ പൊതിഞ്ഞു വെച്ച ഈ കുഞ്ഞുങ്ങളുടെ മൃതശരീരം കാണുമ്പോൾ പോലും മുല്ലമാരുടെ കാലം അവസാനിപ്പിക്കുകയാണല്ലോ എന്ന രീതിയിൽ അർമാദിക്കാൻ കഴിയുന്ന, എന്ന രീതിയിൽ ആഹ്ലാദിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമാക്കി മനുഷ്യരിലെ തിന്മയെ ഉയർത്തിക്കൊണ്ടുവരുന്ന സാമ്രാജ്യത്വ ഹെഡനിസ്റ്റ് കോർപ്പറേറ്റ് താല്പര്യങ്ങളും അതുപോലെ തന്നെ സയനിസ്റ്റ് വംശീയ താല്പര്യവും കൂടിക്കുഴഞ്ഞ് പ്രവർത്തിക്കുന്ന ഈ ലോകത്ത് വലിയ രീതിയിലുള്ള ഒരു പൊളിച്ചെഴുതൽ അല്ലെങ്കിൽ ഘടനാപരമായ മാറ്റം അനിവാര്യമാണ് എന്ന് ജനങ്ങൾ കൂടുതൽ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ ആ മാറ്റത്തെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിൽ തന്നെ ഈ ഹെയ്റ്റ് ട്രംപ് ഒക്കെ മുദ്രാവാക്യങ്ങൾ ഉയരുകയാണ്. വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ നമ്മൾ ന്യൂയോർക്കിലും അതുപോലുള്ള മറ്റു പ്രദേശങ്ങളിലൊക്കെ കാണുകയാണ്. അവരുടെ ജനങ്ങളിലുള്ള ഈ തിരിച്ചറിവ് പെട്ടെന്നുണ്ടായതൊന്നുമല്ല. കാരണം നമ്മൾ മംതാനിയുടെ ഇലക്ഷനുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ട് ആ ഒരു മാറ്റം നമ്മൾ യഥാർത്ഥത്തിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ തുടർച്ച ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും നമ്മളെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ഇതിനെ ഇറാൻ എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ കാണുന്ന, അല്ലെങ്കിൽ മറ്റൊരു രാജ്യം എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങളോട്, ഒരു രാജ്യത്തെ അമേരിക്കയിലെ ജനങ്ങളോട് പോലും വാസ്തവത്തിൽ
നമ്മൾക്ക് ഒരു വെറുപ്പും ആവശ്യമില്ല, ഒരു പ്രതികാര ബുദ്ധി ആവശ്യമില്ല, ഒരു പക ആവശ്യമില്ല. കാരണം അവരല്ല യുദ്ധം ചെയ്യുന്നത്. കോർപ്പറേറ്റ് താല്പര്യങ്ങളുള്ള, സാമ്രാജ്യത്വ താല്പര്യമുള്ള കൊളോണിയൽ ശക്തികൾ ആണ്, അല്ലെങ്കിൽ സയനിസ്റ്റ് ശക്തികളും സാമ്രാജ്യത്വവും കൂട്ടുചേർന്ന് നടത്തുന്ന യുദ്ധത്തിന് അവർ പോലും ഉത്തരവാദിയല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയ വിഷം ചീറ്റുന്ന മനുഷ്യരോട് വളരെ ഗൗരവമായി സംവദിക്കാനുള്ള, അതുകൊണ്ടായിരിക്കണം ഫഡ്രിക് ജെയിംസണൊക്കെ നേരത്തെ ഈ ടെലിവിഷൻ ശൃംഖലകളും സോഷ്യൽ മീഡിയ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പറയുന്നുണ്ട്, നമ്മളെല്ലാ പ്രദേശങ്ങളിലും സമാന്തരമായ ചെറിയ ചെറിയ ചാനലുകൾ ഉണ്ടാവണം. ഇത്ര കൊല്ലം മുമ്പ് നമ്മൾ ആലോചിച്ച് നോക്കണം, 84-ലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു നിരീക്ഷണം ലേഖനമായും പുസ്തകമായും പ്രസിദ്ധീകരിക്കപ്പെട്ടു. അപ്പം ഇന്നത്തെ ഈ വലിയ, നമ്മൾ വിചാരിക്കുന്ന നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു വലിയ കോർപ്പറേറ്റ് ഭീമനെ നമ്മൾക്ക് എങ്ങനെ അവരെ നേരിടാൻ പറ്റും എന്ന് വിചാരിക്കും. പക്ഷേ നേരിടാൻ പറ്റും. കാരണം ചെറുതെങ്കിലും ഒട്ടനവധി ചെറുതുകൾ കൂടിച്ചേരുമ്പോൾ അത് വലിയൊരു ശക്തിയായി മാറും. അതിൻ്റെ സൂചനയാണ് വാസ്തവത്തിൽ ഇറാൻ നമുക്ക് മുമ്പിൽ ഇന്ന് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഇറാനോട് ഈ യുദ്ധത്തിൽ ഐക്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ പീഡിത മനുഷ്യരോടും സാമ്രാജ്യത്തിൻ്റെ ചൂഷണത്തിന് വിധേയമാകുന്ന മുഴുവൻ മനുഷ്യരോടും ഐക്യപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തീർച്ചയായും ഈ യുദ്ധം പുതിയൊരു തിരിച്ചറിവിലേക്കും പുതിയൊരു ആഗോള രാഷ്ട്രീയത്തിലേക്കും നീങ്ങും എന്ന പ്രതീക്ഷയാണ് ഞാൻ വെച്ച് പുലർത്താൻ ആഗ്രഹിക്കുന്നത്.